ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ പോണു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് മെഹ്റാജിൻ്റെ സുന്നത്ത് നോമ്പൊക്കെ നോറ്റു. അതിൻ്റെ ഒരു സ്പെഷ്യൽ കടലക്കറി കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എന്നാണ് വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കടല തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിനു. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറൊക്കെ ഇട്ട് കൊടുത്തു. അതിക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ, തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ഉരുളക്കിഴങ്ങ് ഒക്കെ പാട്ടിട്ടുകാണ്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. കറി വെക്കണവർ ചിലപ്പോൾ ഈ സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുത്തുകാണ്ട് കടല വേവിച്ചുകാണ്ട് അതിക്ക് അങ്ങനെ ഇടണവരുണ്ട്. നമ്മൾ കുക്കർക്ക് എല്ലാ മസാലകളും പച്ചക്കറി ഇട്ട് കൊടുത്തുകാണ്ട് അങ്ങനെ വേവിക്കണവരുണ്ട്. ഞാനിപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ കേട്ടോ കാട്ടണത്, പെട്ടെന്നാവാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലേ പൊടികളും മസാലകളും പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെ നമുക്ക് ചീരുള്ളിയും കറിവേപ്പിലയും ഇട്ടുകാണ്ട് ഒന്ന് വറവിട്ടാൽ മതിയല്ലോ. കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി നല്ലൊരു കുറുമ കിട്ടാം. അപ്പോൾ അത് ഇപ്പം ഒന്ന് കടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കടിയൊന്നും ഞാൻ ചോദിച്ച് മോളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓള് പറഞ്ഞു പത്തിരി വേണ്ട, കുറേ ദിവസമായില്ലേ, പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ കടലക്കറിയും പൊറോട്ട ഇട്ടോ. പിന്നെ ചിക്കനുണ്ട് ഇവിടെ, പിന്നെ ചിക്കൻ വറുക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ കറി വെക്കണ്ട, ചിക്കൻ വറുത്തതാക്കുക. കടലക്കറിയും പച്ചക്കറിയും ചിക്കൻ വറുത്തതും അങ്ങനെ ഇഷ്ടം കേട്ടോ. എല്ലാവരും ചിക്കൻ കറിയാണല്ലോ വെക്കുക, ഇവിടെ ചിക്കൻ വറുത്തത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ കടല അടുപ്പത്ത് വെച്ച്, പിന്നെ അതിക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അപ്പിട്ട് കൊടുക്കാൻ ഞാൻ മറന്നേനു കേട്ടോ. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ചതച്ചിട്ട് ഞാൻ പിന്നെ ഇട്ടിട്ട് കൊടുക്കണത്. ഉരുളക്കിഴങ്ങ് കൂടാൻ മറന്നുപോയി. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതെല്ലാം കൂടി ഞാൻ പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് തൊലിച്ചുണ്ടാക്കുക കേട്ടോ. ഞാൻ അമ്മമാരുടെ ഒപ്പം പള്ളിയിലേക്ക് മകന്മാർക്ക് ചായ കൊടുക്കാൻ പോകലുണ്ട്. ഞാൻ പള്ളിക്കൊക്കെ പോകലുണ്ട്. അമ്മക്ക് തോരക്കോണ്ടിയേറെ സ്വർഗത്തിലിടാനേ കൊണ്ടുപോകാൻ. നമ്മളെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് അടിക്കാതെ കാണണം. നമ്മളങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങളെല്ലാവരും കേട്ടോ. വീഡിയോസ് കണ്ട് ഹെൽപ്പ് ചെയ്യട്ടോ. മാക്സിമം ആളും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ചീരുള്ളി ഇതൊക്കെ നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. ചീരുള്ളി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുക്കും. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മളെ കുറേ ആൾക്കാർ മറന്നു പോയി തോന്നുന്നു. ഞാൻ ഇന്നലെ ചക്കരപ്പയറിൻ്റെ ഒരു വീഡിയോസ് ഇട്ടീനു, വറാത്ത് രാവിൻ്റെ മധുരം ഉണ്ടാക്കണത്. പക്ഷെ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കമൻ്റൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ മറന്നു പോയോ? നമ്മളൊരു മാസം പോലെ ആയില്ലല്ലേ വീഡിയോസ് ലൈവൊക്കെ ഇട്ടിട്ട്. നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഞാൻ പോസ്റ്റ് ഇട്ടീനു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബറാത്ത് രാവിൻ്റെ അന്ന് ഞാൻ ചക്കരപ്പയർ ഉണ്ടാക്കണം, മധുരം ഉണ്ടാക്കണം ഒരു വീഡിയോസിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു. നല്ല കാര്യം കേട്ടോ പറഞ്ഞത്. ആരായാലും നല്ല കാര്യമാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 40 കഴിഞ്ഞിട്ടിട്ടാൽ പോരെ ഉമ്മെല്ലാം മരിച്ചു പോയത് എന്ന് പറഞ്ഞു. സത്യമാണോ ഓല് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ കുറേ ഉമ്മാക്ക് വയ്യാതെ അന്ന് തൊട്ട് ഇതുവരെ വീഡിയോസ് ഇട്ടിട്ടില്ല. നമ്മളങ്ങനെ കുറേ അങ്ങോട്ട് വിടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ കട്ടാക്കും. പിന്നെ നമ്മൾ പുതിയത് തുടങ്ങണമെങ്കിൽ കുറേ പ്രയാസമാണ്. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളിട്ട് പോവുകയും ചെയ്യും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമുക്കൊന്നും ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വല്ലപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവുമോ അറിയില്ല. ഉള്ളപ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇട്ടോ. മനസ്സിൽ സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല,
പക്ഷെ നമുക്കിത് ഇടാഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മളെ കാര്യങ്ങൾ നടക്കൂലല്ലോ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ല മനവേദന ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ പറഞ്ഞ മാതിരി എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടോ ഒന്നുമല്ല കേട്ടോ. അതുവരെ ഇനിയും അത്രയും നീണ്ടു പോയാൽ നമ്മളെ ചാനൽ കട്ടാവും. ഒരു ചാനൽ റെഡിയായി വരണമെങ്കിൽ എത്ര നമ്മൾ കഷ്ടപ്പെടണം. അപ്പം ഇനി അത് കട്ടായി കണ്ട് വീണ്ടും തുടങ്ങുകയെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് എഴുതിയ ആളോട് ഞാൻ സോറി പറയട്ടോ, ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കടലൊക്കെ നല്ലോണം വെന്ത് കേട്ടോ, നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മളൊരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കാണ്ട് നമ്മൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കാണ്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കാണ്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നു. ചെറുള്ളി ഇട്ടുട്ടാ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ കടലക്കറിയൊക്കെ ഉണ്ടാക്കൽ? തേങ്ങ വാട്ടി അരച്ച് കാണ്ട് പറഞ്ഞാൽ രസമാണ്, പത്തിരിക്കൊക്കെ രസമാണ്. നമുക്ക് മുളക് ഇട്ടത് മതി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. ഗരം മസാലയാണ് ഇട്ടത്. ചിക്കൻ മസാലയും ഗരം മസാലയും ഇട്ട് കൊടുത്തു. അത് വെളിച്ചെണ്ണ ഇട്ട് കാണാൻ നല്ലോണം മൂപ്പിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ലും നല്ലൊരു രുചിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്താൽ. തിളച്ച വെള്ളം കുക്കറിൻ്റെ മസാലയൊക്കെ ഒന്ന് ചുഴറ്റിക്കാണ്ട് പിന്നെ അതിലേക്ക് കടലക്കറി കണ്ട് ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞു കൊണ്ട് വരുമ്പോൾ നല്ല കുറുമാവും, നല്ല കട്ടി ഉണ്ടാവും. നമ്മൾ നോമ്പ് ഇറക്കണ സമയത്തൊക്കെ ആകുമ്പോഴേക്ക് കറി അവിടെ ഇരുന്ന് കുറേ സമയം ഇരിക്കുമ്പോഴേ നല്ല കുറുമായി വരും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ റെഡിയായി. നമുക്കിപ്പോൾ ഇന്ന് നോമ്പ് ഇറക്കുമ്പോഴും കഴിക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തുട്ടാ ഞാൻ. പിന്നെ നോമ്പ് ഇറക്കുമ്പോഴും കഴിക്കാണ്ടത് രാവിലെ കഴിക്കാൻ കറിയായിട്ടോ. 2 നേരത്തെ കറിയായി. നമ്മളെ കടലക്കുറുമ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കടി ഞാൻ പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം മൂടൊരു പൊറോട്ട മതി. പിന്നെ നമ്മളെ നാടൻ കോഴി കേട്ടോ. അത് പൂവന്മാർ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ പിടിക്കോഴിയാണ്. കറി കമ്മളമ്പുതൂറേ എല്ലാവരും ഉണ്ടിട്ട് ഇവിടെ. കുറേ ആളൊക്കെ അപ്പുറത്ത് മറിഞ്ഞിരിക്കണേ. നല്ല കടലക്കുറുമ ചിക്കൻ പൊരിച്ചത് കേട്ടോ. പൊറോട്ടയാണ്. കുറേ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചത്. അപ്പോൾ മോളോട് ചോദിച്ചാൽ എന്താ ഉണ്ടാക്കേണ്ടതെന്ന്. ഹസ്ബൻഡിന് എന്ത് കടിയായാലും അതൊന്നും അത് എളുപ്പമുള്ള ഉണ്ടാക്കിയൊക്കെ പറയും. അപ്പോൾ ഓള് പറഞ്ഞു കുറേ അതിൽ പൊറോട്ട ഇടുന്നുണ്ട്, നമ്മൾ പൊറോട്ട ഇടുക. അപ്പോൾ പിന്നെ അന്ന് പൊറോട്ടയാണ്. പിന്നെന്താ ചായ, പാൽച്ചായ ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്. ചിക്കനോട് കറി ഉണ്ടാക്കണം. കുമ്പൽക്കൊക്കെ ഇഷ്ടം ചിക്കൻ പൊരിച്ച് കറി പച്ചക്കറി എന്തെങ്കിലും അങ്ങനെയാണ് ഇഷ്ടം. ഇവിടെ എല്ലാം കഴിക്കൂട്ടെ, കഴിക്കാൻ്റെ അല്ല. നാരങ്ങ വെള്ളം ഉണ്ട്. നാരങ്ങ വെള്ളം ഹസ്ബൻഡിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിന് ലെസ് ഉണ്ടാക്കിക്കണം. തൈര് പഞ്ചസാരയും കൂടി അടിച്ചിടാണ്ട്. മോനതാ ടേബിളിൽ നിന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ടേക്ക്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ നോമ്പെടുക്കാൻ ചായ കടിയൊന്നും ഉണ്ടാവില്ല. അമ്മായിന് പൊട്ടിതപ്പല്ലേ അവിടെ കഴിക്കണ്ടേ. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.